ഈ ഒരു വീഡിയോയിൽ നമുക്ക് സ്കോപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോപ്പറായിട്ട് ഡാവിഞ്ചിയിൽ കളർ കറക്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഇമേജിലെ ബ്രൈറ്റ്നസും ഷാഡോസൊക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഹ്യൂ സാച്ചുറേഷനൊക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്യാമെന്ന് പഠിക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പ്രോജക്റ്റാണ്. ഇപ്പം ഞാൻ ആദ്യം ഇവിടെ ഓൾട്ട് എസ് അടിച്ചിട്ട് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു നോഡിന് കളർ ബാലൻസ് എന്ന് ലേബൽ കൊടുക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ഈ ഒരു നോഡിലായിരിക്കും ചെയ്യുന്നത്. കളറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു നോഡിലും, ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ഒരു നോഡിലും ചെയ്യാം. അങ്ങനെ നമുക്ക് ഓർഗനൈസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇപ്പം ഈ ഒരു ഇമേജിൽ ലൈറ്റ് കൂടി പോകാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നോഡ് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഒരു സെക്കൻഡ് നോഡാണ് കളർ ബാലൻസ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കളർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു പാരഡേ എന്ന് പറയുന്ന സ്കോപ്പാണ്. നമ്മുടെ ഇമേജസിനകത്തുള്ള കളേഴ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണിത്. അതായത് നമ്മുടെ ഇമേജിലുള്ള റെഡ് ചാനലും ഗ്രീൻ ചാനലും ബ്ലൂ ചാനലിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈ കാണുന്നത്. ഇവിടെ ഈ ഒരു സ്കോപ്പ് നോക്കിയാൽ ഇപ്പം ഈ ഒരു റെഡും ഗ്രീനും ബ്ലൂ ഒക്കെ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെ ഉണ്ട്. കാരണം നമ്മുടെ ഒരു ഇമേജിൽ കളേഴ്സൊക്കെ ഏകദേശം കറക്റ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, എന്തെങ്കിലും വ്യത്യാസമാണെങ്കിൽ. ഇപ്പം ഈ ഒരു ബ്ലൂ എനിക്ക് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ബ്ലൂ കുറയ്ക്കാം. അപ്പം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ 2-3 മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് എല്ലാ മെത്തേഡ്സ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാം. ആദ്യം ഞാൻ ഈ ഒരു കളർ വീൽസ് എടുക്കുന്നു. കളർ വീൽസ് എടുത്തിട്ട് ഇപ്പം ബ്ലൂ ഇത്തിരി കൂടുതലാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ബ്ലൂ കുറയ്ക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ യെല്ലോ ആഡ് ചെയ്യാം. യെല്ലോ ആഡ് ചെയ്താൽ ബ്ലൂ കുറയും. യെല്ലോയുടെ ഓപ്പോസിറ്റാണ് ബ്ലൂ എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു ലിഫ്റ്റ് എന്ന് പറയുന്നത് ഷാഡോസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ്. ഈ ഒരു ഗെയിൻ എന്ന് പറയുന്നത് ഹൈലൈറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ്. ഈ ഒരു ഗാമ എന്ന് പറയുന്നത് മിഡ്ടൂൺസിനെ. അപ്പം ഈ ഒരു സ്കോപ്പിൽ ഈ ഒരു 0 ഈ ഒരു ഭാഗമാണ് ഷാഡോസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ 0 എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. അപ്പോൾ അതിന് മുകളിലോട്ടുള്ള ഭാഗമാണ് ഈ ഷാഡോസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ 1023 എന്ന് കിടക്കുന്ന ഈ ഒരു ഭാഗമാണ് ബ്രൈറ്റ് ആയിട്ടുള്ള ഭാഗം. അതിന് താഴോട്ടുള്ളതാണ് നമ്മൾ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഭാഗമാണ് ഈ ഒരു ഗാമ റീജിയൻ അല്ലെങ്കിൽ ആ ഒരു മിഡ്ടൂൺസ് വരുന്നത്. ഇവിടെ ഇപ്പോൾ എനിക്ക് കുറച്ച് ബ്ലൂ ഇതിൽ കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൂ കുറയ്ക്കണം. എനിക്കിപ്പോൾ ഇവിടെ ഷാഡോസിൻ്റെ ബ്ലൂ ആണ് കുറയ്ക്കേണ്ടതെങ്കിൽ നമ്മൾ ഈ ഒരു ലിഫ്റ്റ് എടുത്തിട്ട് അവിടെ കുറച്ച് യെല്ലോ ആഡ് ചെയ്താൽ മതി. കണ്ടോ, അപ്പോൾ നമുക്ക് ഷാഡോസിൽ ബ്ലൂ കുറയുന്ന കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, ഷാഡോസിൽ ബ്ലൂ ആഡ് ആവുന്നുണ്ട്. ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകുന്നതനുസരിച്ച് ബ്ലൂ കുറയുന്നുണ്ട്, അവിടെ യെല്ലോ കയറുന്നുണ്ട്. കണ്ടോ, അതുപോലെ തന്നെയാണ് എല്ലാ സ്കോപ്പും. അപ്പോൾ നമുക്ക് കേഴ്സ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഞാനാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഏകദേശം ഇത് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ അത് ചെയ്ത് കാണിക്കാം. ഇവിടെ ഞാൻ എഡിറ്റ് പേജ് എടുത്തിട്ട് ഇവിടെ ഞാൻ മറ്റൊരു വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ പെക്സൽസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ കളർ കറക്റ്റ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ കളർ പേജ് എടുക്കുന്നു. ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ലെവൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. ഞാനിപ്പോൾ പെട്ടെന്ന് ആ ലെവൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണം. ഇവിടെ ലെവൽസ് ഏകദേശം കറക്റ്റാണ്. ഇവിടെ 0-യിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലിഫ്റ്റ് കുറച്ചുകൂടെ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോയിട്ട് ലെവൽസ് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഏകദേശം ഇത് നല്ല രീതിയിൽ തന്നെ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഗാമ മിഡ്ടൂൺസ് കുറച്ചുകൂടെ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ഇതിനകത്ത് കേഴ്സ് ഒരു എസ്കെയർ കൂടെ ആഡ് ചെയ്യാൻ നിൽക്കുന്നു. കുറച്ച് കോൺട്രാസ്റ്റ് കിട്ടുമല്ലോ. എസ്കെയർ കൂടെ ആഡ് ചെയ്ത് ചെറിയൊരു കോൺട്രാസ്റ്റ് കൂടെ കൊടുക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. നമുക്ക് എസ്കെയർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാസ്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ഈ ഒരു കോൺട്രാസ്റ്റ് ഓപ്ഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ബേസിക്കായിട്ടുള്ള ആ ഒരു ലൈറ്റ് കറക്ഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ആൾട്ട് എസ് അടിച്ചിട്ട് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ലേബൽ കൊടുക്കുന്നു. എന്നിട്ട് ഞാനിവിടെ വേവ് ഫോം മാറ്റിയിട്ട് പരേഡ് സ്കോപ്പ് ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഈ ഒരു ഇമേജിൽ ടെമ്പറേച്ചർ കൂടുതലാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് ടെമ്പറേച്ചറിൻ്റെ ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ അത് നമ്മൾ റൈറ്റിലോട്ട് നീക്കുവാണെങ്കിൽ ടെമ്പറേച്ചർ കൂടും, ലെഫ്റ്റിലോട്ട് നീക്കുവാണെങ്കിൽ ടെമ്പറേച്ചർ കുറയും. കണ്ടോ, അപ്പോൾ നമുക്ക് ഈ ടെമ്പറേച്ചർ മാറ്റുന്നതനുസരിച്ച് ഇവിടെ ചേഞ്ച് വരുന്ന കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇമേജിൻ്റെ ഹൈലൈറ്റ്സും ഷാഡോസിലും ഈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഈ ഒരു യെല്ലോ കയറി കിടക്കുന്നത് കറക്റ്റാണ്, കുഴപ്പമില്ല. കണ്ടോ, പക്ഷേ നമ്മുടെ മിഡ്ടൂൺസിൽ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗമൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ റെഡ് ഉണ്ട്, ഗ്രീൻ കുറച്ച് താഴെയാണ്, ബ്ലൂ അതിലും താഴെയാണ്. അപ്പോൾ ഇത് മൂന്നും ഒരേ ലെവലിലാക്കുവാണെങ്കിൽ ഏകദേശം മിഡ്ടൂൺസിൽ സെയിം ആയിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു ടെമ്പറേച്ചർ റൈറ്റിലോട്ട് നീക്കിയപ്പം ആ ഒരു ബ്ലൂ ഏകദേശം കറക്റ്റ് ആവുന്നുണ്ടോ. ഓക്കെ, ഈ ഒരു ടെമ്പറേച്ചറാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ടുള്ളൊരു ടെമ്പറേച്ചർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ടെമ്പറേച്ചറിൻ്റെ ഓപ്ഷൻ യൂസ് ചെയ്യാതെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതിന് ഇപ്പം നമുക്ക് ഈ മിഡ്ടൂൺസിലാണല്ലോ വേണ്ടത്. അപ്പോൾ ഈ ഗെയിനകത്ത് ഇവിടെ ബ്ലൂ ആഡ് ചെയ്യണമെങ്കിൽ ഗെയിനകത്ത് ബ്ലൂലോട്ട് ഈ ഒരു പോയിൻ്റ് ഇങ്ങനെ നീക്കിയാൽ മതി. കണ്ടോ, അപ്പോൾ നമ്മുടെ ബ്ലൂ ചാനൽ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ടോ ആ മിഡ്ടൂൺസിൻ്റെ ഭാഗത്ത്. ഏകദേശം ഇതിവിടെ ഈ ഒരു പാർട്ട് ഈ ഒരു 2 ലൈനിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടല്ലോ. അതുപോലെ നമുക്ക് ഗ്രീൻ വേണമെങ്കിൽ മുകളിലോട്ട് ഉയർത്താം. ഗ്രീൻ്റെ ഓപ്പോസിറ്റ് മജന്തയാണ്. ഞാൻ കുറച്ച് ബ്ലൂ ഗ്രീൻ ടോണിലോട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ഇമേജ് കളർ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കുറച്ച് പ്രോപ്പറായിട്ട് ആക്കുന്നുണ്ട്.
ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡാർക്കർ പാർട്ടിൽ ഈ റെഡ് കുറവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലിഫ്റ്റിൽ അല്ലെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം, നമ്മുടെ ആ ഒരു ലോഗ് വീൽസ് യൂസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് ആ ഒരു ബ്ലാക്ക് പാർട്ടിനെ ടാർഗറ്റ് ചെയ്തിട്ട് അവിടെ റെഡ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് ഈ ഷാഡോസിനകത്ത് കുറച്ച് റെഡ് കൊടുത്താൽ മതി, റെഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോറി, ഷാഡോസ് അല്ല, ഹൈലൈറ്റ്സിൽ. അപ്പം ഹൈലൈറ്റ്സിൽ കുറച്ച് റെഡ് ഇങ്ങനെ കണ്ടോ, റെഡ് അവിടെ കയറി വരുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ഹൈലൈറ്റ്സിൽ റെഡ് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഹൈലൈറ്റ്സിൽ ഇവിടെ എനിക്ക് ബ്ലൂ കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. വേണമെങ്കിൽ ബ്ലൂ കുറച്ച് കുറയ്ക്കാം. ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് വരുന്നത്? യെല്ലോ ആണ് വരുന്നത്. അപ്പം ഈ ഒരു ഇത് റെഡ് യെല്ലോയിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്നാൽ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഹൈലൈറ്റ്സിന് ആ ഒരു ഇത് കുറയുന്ന ഇവിടെ കാണാൻ പറ്റും. ഇതൊരു ബാലൻസിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു കോപ്പിലെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഒരു വീഡിയോയിൽ കളർ കറക്റ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ലൈറ്റ് കറക്റ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇവിടെ കളറും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇമേജിൽ സാച്ചുറേഷൻ കുറവാണ് എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് സാച്ചുറേഷനും ആഡ് ചെയ്യാം. അപ്പം സാച്ചുറേഷൻ ആഡ് ചെയ്യുന്ന നേരത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സ്കോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു വെക്ടർ സ്കോപ്പാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണുന്നതാണ് ഈ ഒരു സാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വെക്ടർ സ്കോപ്പിൽ കാണുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സ്കിൻ ടോൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ലൈൻ കാണുന്നില്ലെങ്കിൽ അത് നമുക്ക് എനേബിൾ ചെയ്യാൻ ഈ ഒരു സെറ്റിംഗ് എടുത്തിട്ട് ഇവിടെ ഷോ സ്കിൻ ടൂൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ. അത് എനേബിൾ ചെയ്തിട്ടിരുന്നാൽ നമുക്ക് സ്കിൻ ടൂണിൻ്റെ ആ ഒരു ഇത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സ്കിൻ ടൂണിൻ്റെ ഹ്യൂ ഒക്കെ ചേഞ്ച് ആയിരിക്കുവാണെങ്കിൽ കറക്റ്റ് അത് സ്കിൻ ടൂണിലോട്ട് ആക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുക. ഇപ്പോൾ അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം. ഇതായിരുന്നു ബിഫോർ, ഇതായിരുന്നു ആഫ്റ്റർ. ബിഫോർ നല്ല രീതിയിൽ അതിൽ ടെമ്പറേച്ചർ കൂടി കിടക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കളർ കറക്റ്റ് ആയ പോലെ ഒരു ഫീൽ ഉണ്ട്. പക്ഷേ നമുക്ക് എന്നാലും ഒരു കോൺട്രാസ്റ്റ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ ഈ ലെവൽസ് എടുത്തിട്ട് ഈ ഒരു കേർവ് എടുക്കുക, എന്നിട്ട് ഞാൻ കുറച്ച് കോൺട്രാസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ തന്നെ കുറച്ച് കോൺട്രാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് കോൺട്രാസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനാണെങ്കിൽ നമ്മുടെ ആ ഒരു വേവ് ഫോം എടുക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു സീറോയിൽ നിന്നകത്ത് കുറച്ച് മുകളിലോട്ട് ഉയർന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം ഇതിനകത്തൊരു കോൺട്രാസ്റ്റ് കുറവുള്ള പോലെ. അപ്പം ഞാൻ അതുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഈ ഒരു ലോഗ് വീൽസ് എടുത്തിരിക്കുന്നത്, എന്നിട്ട് ഈ ഷാഡോസ് കുറച്ച് താഴോട്ട് മുട്ടിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു കോൺട്രാസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു ക്രിയേറ്റീവ് ഗ്രേഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു കളറാണെങ്കിൽ ഇതിനകത്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ പഠിച്ച പോലെ ഈ കളർ വീൽസ് വെച്ചിട്ട് ചെയ്യാം, നമുക്ക് കേഴ്സ് വെച്ചിട്ട് ചെയ്യാം. കേഴ്സിനകത്ത് ഇപ്പം ഞാൻ ഈ ഒരു റെഡ് ചാനൽ മാത്രം സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ റെഡ് ഇവിടെ കൂട്ടുവാണെങ്കിൽ നോക്കണ്ടോ, ഇപ്പോൾ മിഡ് ടോൺസിൽ റെഡ് കൂടുകയാണ്. അപ്പോൾ ഞാൻ ഈ വേവ് ഫോം മാറ്റിയിട്ട് ഇവിടെ പരേഡ് ആക്കി കാണിക്കാം കണ്ടോ. ഇപ്പോൾ മിഡ് ടോൺസിലുള്ള ആ റെഡ് കൂടുകയും കുറയുകയും ചെയ്ത് നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ. അല്ലെങ്കിൽ നമുക്ക് ക്വാളിഫയർ യൂസ് ചെയ്യാം. എന്നിട്ട് ക്വാളിഫയർ ഇപ്പോൾ ക്വാളിഫയർ സെലക്ട് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ക്വാളിഫയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് പാർട്ടിൻ്റെയാണ് കളർ ചേഞ്ച് ചെയ്യണമെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് ഈ ഒരു കളർ ചൂസ് ചെയ്താൽ നമ്മുടെ ഈ ഒരു കേഴ്സിൽ ആ പോയിൻറ്റ്സ് ഇവിടെ സെലക്റ്റഡ് ആവും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റെഡ് എടുക്കുവാണെങ്കിൽ കണ്ടോ, റെഡിൽ ആ ഒരു പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ആ ഒരു പോയിൻ്റ് മാത്രം മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ടാർഗറ്റ് പോയിൻ്റ് ആയിരിക്കും ഇവിടെ മൂവ് ആവുന്നത്.